ഞാനൊരു കഥയിലെ വരികൾ വായിക്കാം. ആ കഥ ഓർമ്മ വരുന്നുണ്ടോ എന്നോ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയതാണ്. അനുഭവങ്ങളുടെ വിഴുപ്പുഭാണ്ഡവും പേറി ജീവിതത്തിൻ്റെ ദുർഗമങ്ങളായ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. പല നാടുകളും കണ്ടു, പലരുമായി ഇടപഴകി. പക്ഷേ അസ്വസ്ഥമായ എൻ്റെ മനസ്സിന് സമാധാനം ലഭിച്ചുവോ? നിങ്ങൾ കേട്ട ചിലർക്കെങ്കിലും പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും. കാരണം ഈ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് ചിലപ്പോൾ വന്നേക്കാം. നമ്മൾ വായിച്ച കഥയാണെങ്കിൽ നമുക്ക് കിട്ടും എന്ന് വിചാരിക്കാം. വായിക്കാത്ത കഥയാണെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തി പ്രയാസം ഉണ്ടാവും. ഈ കഥ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ടി പത്മനാഭൻ്റെ കഥയാണ്. അപ്പോൾ നമുക്ക് പത്മനാഭൻ കഥകൾ പലതും അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു രചനാശൈലി അറിയാം, അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകത അറിയാം. അതാണ് വാസ്തവത്തിൽ ഈ കഥയിലേക്കുള്ള നമ്മുടെ ഒരു വഴി. നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ള വഴിയുണ്ട്, വായിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ എല്ലാ എഴുത്തുകാരുടെയും, പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ എല്ലാം എഴുത്ത് രീതി, അവരുടെ ഭാഷയുടെ പ്രത്യേകതകൾ, അവരുടെ പ്രധാനപ്പെട്ട കഥകൾ, ഇതെല്ലാം ഒന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ പഠനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. വളരെ എളുപ്പവഴിയിൽ ആണ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കഥ വായിക്കാൻ സമയമില്ല. നമ്മളതിൻ്റെ ഒരു സംഗ്രഹം കിട്ടുമോ എന്നാണ്, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമോ എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കുറുക്കു വഴികളിലൂടെ പഠിക്കുന്ന ആളുകളെ പരമാവധി നിരുത്സാഹപ്പെടുത്തുന്നു പുതിയ കാലത്തെ ചോദ്യപേപ്പറുകൾ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, നമ്മൾ ഒരു ഇൻഫർമേഷൻ, ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത്, മനസ്സിലാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ആഴത്തിൽ അതിനെ മനസ്സിലാക്കുകയും അതിൻ്റെ അനുബന്ധ വിവരങ്ങളെ കൂടി ഓർത്തു വയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, പത്മനാഭൻ എന്നുള്ള പേര്, ഈ കഥ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വായിച്ച വരികൾ, ഇതെല്ലാം ഓർക്കുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യമായിരിക്കും അനുബന്ധമായിട്ട് ചോദിക്കുക. പ്രകാശം പരത്തുന്ന പെൺകുട്ടി പത്മനാഭൻ്റെ കഥയാണ്, പ്രകാശം പരത്തുന്ന ആൺകുട്ടി ആരുടെ കഥയാണ് എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വരും. അപ്പോഴും നമ്മുടെ അതിൻ്റെ ഉത്തരം വേണം. അതിന് നമ്മളിങ്ങനെ ഒരു കണക്ഷൻ ഈ ഉത്തരങ്ങൾക്കിടയിലൂടെ, ചോദ്യങ്ങൾക്കിടയിലൂടെ, എഴുത്തുകാർക്കിടയിലൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയും വേണം. കെ പി രാമനുണ്ണിയുടെ കഥയാണ് പ്രകാശം പരത്തുന്ന ആൺകുട്ടി എന്ന് പറയുന്ന കഥ. 2009 മറ്റോ പുറത്തു വന്നിട്ടുള്ള ഒരു സമാഹാരത്തിൻ്റെ പേര് കൂടിയാണ് അത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇങ്ങനെ ഓർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുക. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളിപ്പോൾ ചെറുകഥ 1, 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യകാല ചെറുകഥകളെക്കുറിച്ച്, പിന്നീട് നവോത്ഥാനകാല ചെറുകഥകളെക്കുറിച്ചൊക്കെ സാമാന്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാലത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എഴുത്തുകാരെക്കുറിച്ച്, അവരുടെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ച് ഒക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് മതിയാകാതെ വരും. ഇതുപോലും ഇല്ലാതെ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ കാര്യമാണ് വളരെ സങ്കടകരം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ചില സ്റ്റെപ്പുകൾ വയ്ക്കാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷേ ഇതും മതിയാകാതെ വരും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ, ഇപ്പോൾ മുമ്പ് നെറ്റ് പരീക്ഷയ്ക്കൊക്കെ വന്നിട്ടുള്ള ചില ചോദ്യങ്ങളൊന്ന് എങ്ങനെയാണ് ആ ചോദ്യങ്ങളുടെ സ്വഭാവം എന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാനൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ എന്നൊന്ന് അറിയാലോ, അത് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഒരു ചോദ്യം ഇതായിരുന്നു, അന്നൊരു ചോദ്യമാണ്. അമ്പാടി നാരായണ പൊതുവാളിൻ്റെ ഉളി പിടിച്ച കയ്യ് ഡിറ്റക്റ്റീവ് സ്വഭാവമുള്ള കഥയാണ്. ഇതിന് 4 ഉത്തര സാധ്യതകൾ കൊടുത്തിട്ടുണ്ട്. എ, ഭാഗികമായി ശരി, ഡിറ്റക്റ്റീവ് കഥയല്ല. ബി, പൂർണ്ണമായും തെറ്റ്. സി, ഭാഗികമായി ശരി, പക്ഷേ ഇത് അമ്പാടിയുടെ കഥയല്ല. ഡി, പൂർണ്ണമായും ശരി. ഇങ്ങനൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ എന്താ ചെയ്യുക? ഇത് കുറച്ചും കൂടി സങ്കീർണമായൊരു കാര്യമാണ്. ഭാഷാ സാഹിത്യ ചരിത്രങ്ങൾ, അത്തരം പുസ്തകങ്ങൾ വായിക്കുന്നവർക്കും ഈ കഥകൾ വായിച്ചു പോയവർക്കും വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും. കാരണം ഇത് രണ്ടും തമ്മിൽ ഭയങ്കര കണക്ഷനുണ്ട്. കഥകൾ വായിച്ചിട്ട് സാമാന്യ ധാരണ ഉണ്ടാക്കിയ ശേഷമാണ് പല പ്രധാനപ്പെട്ട സാഹിത്യ ചരിത്രങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വന്നിട്ടുള്ളത്. അപ്പോൾ
അവർക്ക് ഈ കഥയുടെ ഒരു ചെറിയ സംഗ്രഹമൊക്കെ അവിടെ മിക്കവാറും അവിടെ കൊടുത്തിട്ടുണ്ടാവും. ചില സൂചനകൾ, അതിൻ്റെ സ്വഭാവം, അതിലെ കഥാപാത്രങ്ങളുടെ പേര്, അങ്ങനെയൊക്കെ ഓർമ്മയിൽ നിർത്താൻ നമുക്ക് പറ്റിയാൽ, അങ്ങനെ ഒരു വായന നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരങ്ങൾ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഈ പരാമർശം പൂർണ്ണമായും ശരിയാണ് എന്നതാണ്. അതായത് ഉക്കണ്ടക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവിൻ്റെ കുറ്റാന്വേഷണമാണ് ഈ പറഞ്ഞ ഒളി പിടിച്ച കൈ എന്ന് പറയുന്ന അമ്പാടിയുടെ കഥ. അങ്ങനെയാണ് ഓർത്തു വയ്ക്കേണ്ടത്. ഇങ്ങനെ ഓർത്തു വെച്ചാൽ കുറേ കാര്യങ്ങൾ എളുപ്പമാണ്. ഇനി മറ്റൊരു ചോദ്യം, ചിലപ്പോൾ ഈ സ്വഭാവത്തിലും അല്ല ചോദിക്കുക, ഞാൻ ചില ചോദ്യങ്ങളുടെ മാതൃക പരിചയപ്പെടുത്തുകയാണ്. മറ്റൊരു ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതകൾ, അങ്ങനെ ചോദിക്കാം. ഇപ്പോൾ താഴെ ആ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ടാവും. എ, ഗുണപാഠപ്രധാനം. ബി, സാമൂഹിക പരിഷ്കരണം ലക്ഷ്യം. സി, കെട്ടുകഥകളുടെ സ്വഭാവം. ഡി, രാഷ്ട്രീയ പ്രമേയങ്ങളുടെ ആഖ്യാനം. ഈ, സംഭവ വിവരണങ്ങളിൽ ഊന്നുന്നു. ഇങ്ങനെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ തരാം. ഇങ്ങനെ തന്നിട്ട് ഇതിലെ പിന്നെ താഴെ ഓപ്ഷൻസ് നമുക്ക് തരുമല്ലോ, എ മാത്രം ശരി, എയും ബിയും ശരി, ഇങ്ങനെയുള്ള ചോദ്യവും ചിലപ്പോൾ നമുക്ക് പരീക്ഷാ പേപ്പറിൽ ചോദ്യപേപ്പറിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ നമ്മളെങ്ങനെ ഉത്തരം കണ്ടെത്തും? അപ്പോൾ നമുക്ക് ആദ്യകാല ചെറുകഥകളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഓർത്തെടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മുടെ ഒരു സെൻസും കൂടെ അതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, മിക്കവാറും അതിങ്ങനെ ഒരു നേരം പോക്ക് കഥകളായിരുന്നു, മിക്കവാറും ഇങ്ങനെ ഒരു സന്ദേശം പറയാനൊക്കെ ആയിട്ടുള്ളൊരു ഉദ്ദേശം അതിനകത്തുണ്ട് അല്ലേ. ഇപ്പോൾ ആദ്യകാല കഥകൾ നോക്കിയാൽ തന്നെ അറിയാം അല്ലേ, ഈ മോഷണത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു വിഡിത്തം, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ മെസ്സേജുകളുടെ ഒക്കെ ഒരു സ്വഭാവം അതിനകത്തുണ്ട്. ഇങ്ങനെ കഥ കെട്ടി ഉണ്ടാക്കുന്നതാണ് അവരുടെ ഒരു സ്വഭാവം പൊതുവേ. അല്ലാതെ ഒരു കഥാപാത്രത്തിൻ്റെ വികാസം ശ്രദ്ധിക്കുന്നു അങ്ങനെയൊന്നുള്ളത് പൊതുവിൽ നമുക്ക് അവിടെ വളരെ കുറവാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെ വെട്ടാം, ഇതിലേതൊക്കെ ശരിയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഗുണപാഠപ്രധാനമാണെന്നുള്ളത് നമുക്കറിയാം, ശരിയാണ്. അത്തരം കഥകളാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് എന്നത് ശരിയാണ്. ഇത് ഇവിടെ മാത്രമായിരിക്കില്ല, ലോകത്തെ എല്ലാ ഭാഷയിലുമുള്ള കഥകളുടെ ആദ്യകാല മാതൃകകൾക്ക് ഒരുപക്ഷെ ഈ എ വളരെ പെട്ടെന്ന് ശരിയാവാനിടയുണ്ട്. ഇപ്പോൾ നമ്മൾ കഥയുടെ ഒരു ചരിത്രമൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഫേബിളായിട്ടും പാരബിളായിട്ടും ഒക്കെ വന്നിട്ടുള്ള കഥാമാതൃകകളെല്ലാം, നാടോടി കഥകൾ, വാമൊഴി കഥകൾ ഒക്കെ എടുത്തു നോക്കിയാൽ ഇതിനൊക്കെ ഈ ഗുണപാഠം ഒരു വളരെ പ്രധാനപ്പെട്ട, പ്രബോധനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഉത്തരം നമുക്ക് പെട്ടെന്ന് അത് കിട്ടും, അത് ശരിയായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം, ശരിയാണ്. രണ്ടാമത്തേത് സാമൂഹിക പരിഷ്കരണമാണ് ലക്ഷ്യം എന്നുള്ളത്. അവിടെ നമുക്കൊരു പ്രശ്നം വരും. കാരണം എന്താ, രണ്ടാമത്തെ സെഷനായിട്ട് നമ്മൾ കഥയുടെ രണ്ടാം ഘട്ടമായിട്ട് പഠിച്ചിട്ടുണ്ട് തകഴി മുതലുള്ള കഥ, നവോത്ഥാനകാല കഥ പൊതുവിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യം വെച്ചിരുന്നു. അതവരുടെ വലിയ വ്യത്യാസമാണ്. അപ്പോൾ മുൻപുള്ള ആളുകൾ അതത്ര വേണ്ടത്ര ചെയ്തിട്ടില്ല എന്നും കൂടി അതിന് അർത്ഥമുണ്ട്. അതും കൂടി നമ്മൾ ഓർക്കണം. എന്ന് വെച്ചാൽ മൂർഖത്തിനെ പോലുള്ള ചില അപവാദങ്ങൾ ആ കൂട്ടത്തിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മളത് പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട്. പക്ഷേ സാമാന്യ സ്വഭാവമല്ല എന്ന കാര്യം വളരെ ക്ലിയറാണ്. ഒന്നോ രണ്ടോ കഥകളിൽ ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ. ഒരു സാമാന്യ സ്വഭാവമാണെങ്കിൽ ആദ്യകാല കഥകളിലൊക്കെ അത് വേണം, അതില്ല. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വെട്ടാം. കെട്ടുകഥകളുടെ സ്വഭാവമാണെന്നുള്ള ഉറപ്പാണ്, സംശയമില്ല. രാഷ്ട്രീയ പ്രമേയങ്ങളുടെ ആഖ്യാനമാണ്. എവിടെ രാഷ്ട്രീയ പ്രമേയങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? രണ്ടാം ഘട്ടത്തിലാണ് വരുന്നത് അല്ലേ. പൊൻകുന്നം വർഗീയിലേക്കൊക്കെ വരുന്ന സമയത്ത് ആണത് കൂടുതൽ സജീവമാകുന്നത്. ദേവിയിലേക്കും തകഴിയിലേക്കൊക്കെ അതിൻ്റെ ബഷീറിലൊക്കെ അത് കാണാം, രണ്ടാം ഘട്ടത്തിലാണ്. അപ്പോൾ ആദ്യകാലത്തെ കഥകളിൽ അതില്ല. നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി, നമ്മളത് വെട്ടുന്നു. സംഭവ വിവരണങ്ങളിൽ ഊന്നുന്നു, ശരിയുമാണ് അല്ലേ. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഉത്തരം കണ്ടെത്താനുള്ള ഒരു വഴി. നമ്മുടെ ബുദ്ധി അവിടെ പ്രയോഗിക്കേണ്ടി വരും. അതെങ്ങനെ? ഈ ഘട്ടവിഭജനം, കാലവിഭജനം, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ബുദ്ധി അവിടെ നമുക്ക് ശരിക്ക് പ്രയോഗിക്കാൻ പറ്റൂ എന്നുകൂടി വരും. അങ്ങനെ ആലോചിക്കണേ. ഇനിയിപ്പോൾ വേറൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. ഈ ക്ലാസ് ചോദ്യങ്ങളുടെ മാത്രം ഒരു ക്ലാസ് ആയിരിക്കില്ലെങ്കിലും ഞാൻ ചില മാതൃകകൾ പറഞ്ഞു പോകാം ഇനി അങ്ങോട്ട് എന്നുള്ള നിലയ്ക്ക് ആണ് അങ്ങനെ ചെയ്യുന്നത്. കാര്യവും കാരണവും ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മിക്കവാറും കുട്ടികൾ വന്നിട്ട് പരാതിയൊക്കെ പറയുന്ന, സങ്കടം പറയുന്ന ഒരു കാര്യമാണ്. ഈ കാര്യവും കാരണവുമാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, കിട്ടുന്നേ ഇല്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചു പോകുന്ന കുട്ടികൾക്കത് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. കിട്ടിയാലാണ് അത്ഭുതം. മറിച്ച് സാഹിത്യ ചരിത്രങ്ങൾ വായിച്ച് നോട്ടെടുത്ത് പോകുന്ന കുട്ടികൾ, അത്തരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, കാര്യം
തകഴിക്ക് ഒരു ഭാഷാവെറി, ഒരു ലാംഗ്വേജ് ഒബ്സഷൻ ഉണ്ട്. അത് എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സമകാലികത വർദ്ധിപ്പിക്കുന്നു. ഇനി കാരണം ഒന്ന്, നാടോടി ജീവിതത്തിൽ സംഭാഷണം കൊണ്ടുണ്ടാകുന്ന ഊർജ്ജസ്വലത കഥാഖ്യാനത്തിലേക്ക് പകരാൻ തകഴിക്ക് കഴിഞ്ഞു. രണ്ട്, കുട്ടനാടിലെ കർഷകരുടെ ഭാഷയിലാണ് തകഴി എഴുതിയത്. മൂന്ന്, ഗ്രാമീണ ജീവിതത്തിൻ്റെ കാർണിവൽ സ്വഭാവവുമായി തകഴിയുടെ ഭാഷാ രീതിക്ക് ബന്ധമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് വരാം. ഇതൊരു കുറച്ച് സങ്കീർണമായ ഒരു ചോദ്യമാണ്. കാരണം തകഴിയുടെ കുറച്ച് കഥകൾ വായിക്കുകയും തകഴിയെക്കുറിച്ച് വന്നിട്ടുള്ള ചില പഠനങ്ങൾ നോക്കുകയും അതുവഴി കടന്നു പോവുകയും ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇതിലെ ഉത്തരത്തിലേക്ക് വളരെ അനായാസം എത്താൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇത്തിരി പ്രയാസം അനുഭവപ്പെടും. ഇപ്പോൾ നാടോടി ജീവിതത്തിൽ സംഭാഷണം കൊണ്ടുണ്ടാകുന്ന ഊർജ്ജസ്വലത ആഖ്യാനത്തിലേക്ക് പകരാൻ തകഴിക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് തകഴിയുടെ ഓർമ്മയുള്ള കഥകൾ തന്നെ വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, അത് സത്യമാണ് എന്ന് നമുക്ക് ഉത്തരം കിട്ടാം. പക്ഷെ പിന്നെയും പ്രശ്നങ്ങളുണ്ട്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം കുട്ടനാട്ടിലെ കർഷകരുടെ ഭാഷയിലാണ് തകഴി എഴുതിയതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവാനാണല്ലോ സാധ്യത എന്ന് നമുക്ക് തോന്നാനിടയുണ്ട്. പക്ഷെ കഥയിലേക്ക് വരുമ്പോൾ തകഴി അത് ഏത് രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നോക്കുക. അവിടെ അത് രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ് എന്ന് കാണാൻ പറ്റും. മൂന്നാമത്തേത് കുറച്ചുകൂടി ശരിയുമാണ് എന്ന് പറയാൻ, പ്രത്യേകിച്ച് വളരെ നിലത്തിറങ്ങി നിൽക്കുന്ന കഥകൾ, ഗ്രാമീണ ജീവിതത്തിൻ്റെ ചിത്രങ്ങൾ, അത്തരത്തിൽ ഒരു കാർണിവൽ സ്വഭാവമുള്ള ഒരു ഭാഷാ രീതി തകഴിയിൽ ഉണ്ടായിരുന്നു എന്നത് തർക്കമില്ലാത്ത കാര്യവും ആണ്. അപ്പം അങ്ങനെ ആ ഉത്തരത്തിൽ ആദ്യത്തെയും മൂന്നാമത്തെയും കാരണങ്ങൾ ആണ് ശരി എന്നും രണ്ടാമത്തെ കാരണം തെറ്റാണ് എന്ന്. കാരണം ഇത് ഈ ഉത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാരണം ശരിയാണ് എന്ന് എഴുതുന്നവരായിരിക്കും കൂടുതൽ. അത് തന്നെയാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വളരെ ട്രിക്കി ആയിട്ടുള്ള, വളരെ എന്താ പറയുക, നമ്മളെ ഒന്ന് കുഴക്കുന്ന ചോദ്യങ്ങൾ ധാരാളമായിട്ട് ഈ പറഞ്ഞ ചോദ്യപേപ്പറുകളിൽ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഉത്തരങ്ങൾ കറപ്പിക്കേണ്ടതുണ്ട്, തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്ന ചില വിഷയങ്ങളുടെ തുടർച്ച എന്ന നിലയ്ക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മളൊരു 50കളുടെ വരെയാണ് സാമാന്യമായിട്ട് കഥ പറഞ്ഞത്. ആദ്യകാല കഥ പറഞ്ഞു, പിന്നെ 30കൾക്ക് ശേഷമുള്ളൊരു കഥ പറഞ്ഞു. ഒരു 50 വരെ നമ്മൾ സാമാന്യമായിട്ടും രണ്ട് തരം ഭാവുകത്വങ്ങൾ, രണ്ട് തരം സ്വഭാവങ്ങൾ, രണ്ട് തരം ധർമ്മങ്ങൾ ഒക്കെ പറഞ്ഞ് തീർത്തു. ഇനി 50കൾക്ക് ശേഷമുള്ള കഥയ്ക്ക് എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ 50കൾ എങ്ങനെയാണ് കഥയിൽ എന്ത് തരം ഭാവുകത്വമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊരു കാര്യം അതിൻ്റെ ഒരു സെൻസിൽ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ 50കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 50കൾ 60കൾ പൊതുവിൽ ഒരു ആധുനികതയുടെയൊക്കെ കാലമായിട്ട് പൊതുവിൽ പറയാറുണ്ട്. പക്ഷേ ആധുനികത എന്ന സ്വഭാവത്തിൽ ഈ പറഞ്ഞ അബ്സൈഡിറ്റിയും അതുപോലെ അസ്തിത്വവാദവും ഏകാകിതയും എല്ലാം അതേ പൂർണ്ണമായ അളവിലേക്ക് കടന്നു വന്ന് നമ്മുടെ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞൊരു കാലമൊന്നുമല്ല വാസ്തവത്തിൽ 50കൾ. അത് 60കളിലേക്ക് എത്തുമ്പോഴാണ് കുറച്ചുകൂടെ ശക്തമാവുന്നതൊക്കെ. പക്ഷെ 50കളിൽ അതിൻ്റെ തുടക്കമുണ്ട്. അതിൽ തന്നെയുള്ള ഒരു ചെറിയ വ്യത്യാസം, അതിൽ തന്നെയുള്ള ചെറിയ ചില വിച്ഛേദങ്ങളും കഥയിൽ കാണാം. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാവുന്നത് ഈ 50കൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സരസ്വതി അമ്മയുടെയൊക്കെ കാലം നേരത്തെ പറഞ്ഞു, 50കളിലൊക്കെ അവർ ധാരാളം നല്ല കഥകൾ എഴുതുന്നുണ്ട്. പക്ഷേ 50കൾ പൊതുവിൽ ഒരു 3 കഥാകൃത്തുക്കളെ സംബന്ധിച്ചാണ് മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി കിടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഒന്ന്, ടി പത്മനാഭൻ, നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. 2, MT. 3, മാധവിക്കുട്ടി. ഈ 3 പേരുകൾ വളരെ പ്രധാനം. എന്തുകൊണ്ടാണ് ഈ 3 പേരുകൾ? ഈ 3 പേർക്കും ചില സമാനതകളും ഉണ്ട്. അതാണ് ആ നിലയ്ക്കും കൂടിയാണ് ആലോചിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവരുടെ കഥകൾ എത്തുന്ന സമയത്തേക്ക് കഥ സത്യത്തിലൊരു ഭാവഗീതമായി മാറുന്നത് കാണാം. കഥയുടെ സ്വഭാവം, കഥയ്ക്ക് അതിൻ്റെ രൂപം തന്നെ ഒരു ഭാവഗീതത്തിൻ്റെ സ്വഭാവം, ഒരു സോണറ്റിൻ്റെ രീതിയിലേക്ക് പതിയെ മാറുന്നതായിട്ട് കാണാം. രൂപവും ഭാവവും പ്രധാനമാണ് എന്നും ഈ സമയമാകുമ്പോഴേക്കും കഥ മനസ്സിലാക്കിയെടുക്കുന്നു മലയാള കഥ. എന്താ ഇങ്ങനെ പറയാൻ കാരണം? രൂപവും ഭാവവും തൊട്ട് മുമ്പുള്ള കഥാകൃത്തുക്കൾക്ക് പ്രധാനമായിരുന്നില്ലേ?
ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആയിരുന്നു. പക്ഷേ തകഴി അടക്കമുള്ള എഴുത്തുകാർക്ക് ഭാവമായിരുന്നു ഏറ്റവും പ്രധാനം, രൂപത്തെക്കാൾ. അതാണ് ഈ രണ്ടാമതെത്തുമ്പോഴേക്ക് ഇത് രണ്ടിനും പ്രാധാന്യം കിട്ടുന്നു എന്നൊരു കാര്യം നമ്മൾ പറയുന്നതിൻ്റെ കാര്യം. മാത്രമല്ല, 30കളുടെ കഥകൾ കൂടുതലായി വിശപ്പിനെ പറ്റി പറഞ്ഞു. നമ്മൾ പറഞ്ഞു അല്ലേ, വയറിൻ്റെ പ്രശ്നങ്ങൾ, വിശപ്പിനെ പറ്റി പറഞ്ഞു. പക്ഷേ വിശപ്പ് വയറിന് മാത്രമല്ല, ഹൃദയത്തിനും വിശപ്പുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ വിശപ്പ്, ഹൃദയം എന്ന് ഞാൻ പറയണത് മനസ്സ് എന്നൊക്കെയുള്ള സെൻസിലാണ്, അല്ലാതെ ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹൃദയം എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ ഈ മനസ്സിൻ്റെ വിശപ്പ്, മനസ്സിൻ്റെ സംഘർഷങ്ങൾ, അവിടെയുള്ള പ്രണയം, വിരഹം ഇത്യാദികളെല്ലാം, ഇമോഷനുകളെല്ലാം എവിടെ വരുന്നു? ഈ കാലമാകുമ്പോഴേക്കും കഥയിൽ വളരെ ശക്തമായി വരുന്നു. പിന്നെ ഒരു കാര്യം എന്താ ഉണ്ടായിരുന്നത്, കഥ കുറച്ചുകൂടി സൂക്ഷ്മാഖ്യാനമാകും. എങ്ങനെ? ഒരു പ്രത്യേക വികാരത്തെ, ഒരു പ്രത്യേക സന്ദർഭത്തെ, കുറച്ചുകൂടി ചെറിയ സന്ദർഭത്തെ പിന്തുടർന്ന് സമഗ്രതയോടെ ആഴത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഈ കാലത്ത് വരും. അല്ലാതെ ഇങ്ങനെ സ്ഥൂലമായ സംഭവങ്ങൾ പറയുകയല്ല, അല്ലെങ്കിൽ ഒരു സമകാല സാമൂഹിക പ്രശ്നങ്ങൾ മാത്രം പറയുകയല്ല. അതൊക്കെ ഉണ്ട്. പക്ഷേ കഥയുടെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് ഇതെല്ലാം പതിയെ പതിയെ മാറി കഥയുടെ കേന്ദ്രസ്ഥാനത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള മനസ്സിൻ്റെ ഭാവതലം, മനസ്സിൻ്റെ ഒരു വൈകാരിക തലം കടന്നു വരുന്നു എന്ന് പറയാം. മാനസിക അവസ്ഥകൾ, അതുപോലെ ചില അനുഭവ മുഹൂർത്തങ്ങൾ ഒക്കെയാണ് ഈ കാലമാകുമ്പോഴേക്കും കഥയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മാധ്യമത്തിൻ്റെ, ചെറുകഥ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ, വിദഗ്ധമായ ഒരു 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 വിന്യസനം കഥയിൽ അനിവാര്യമാണ് എന്ന് തിരിച്ചറിവ് ഈ പറഞ്ഞ എഴുത്തുകാർക്ക് ഉണ്ട്. അവരുടെ കൃതികൾ അത് വെളിപ്പെടുത്തുന്നു. ഒരുപക്ഷെ കഥയെ കവിതയാക്കുക എന്ന് പറയുന്ന ഒരു രീതി, അതായത് ഇമേജുകളുടെ, ബിംബങ്ങളുടെ ഒരു ഭാഷ, കുറച്ചുകൂടി കാവ്യാത്മകമായ പൊയറ്റിക് ആയിട്ടുള്ളൊരു ഭാഷ കഥയിലേക്ക് വരുന്നത് ഈ ഘട്ടത്തിലാണ്. പത്മനാഭനൊക്കെ അത് പിന്നീട് ഇൻ്റർവ്യൂകളിലൊക്കെ അദ്ദേഹം പറയുന്നത് കേൾക്കാം അല്ലേ, കഥ കവിതയാണ് എന്ന് അദ്ദേഹം പറയും. കാരണം കവിതയോട് ചേർന്ന് നിൽക്കുന്നു. അല്ലെങ്കിൽ മനസ്സിൽ കവിതയുള്ള ഒരാൾക്ക് കഥ എഴുതാൻ പറ്റൂ എന്നൊക്കെ അദ്ദേഹം പറയും. ഒരർത്ഥത്തിൽ ഇത് ശരിയാണ്. ഈ പറഞ്ഞ കഥകൾ പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നാം. കാര്യം പറയുക എന്നുള്ളതല്ല, അതുവരെ കാര്യം പറയില്ലായിരുന്നല്ലോ പ്രധാനം. ഇത് കാര്യം പറയുക എന്നതിന് മാറി കാര്യം അനുഭവിപ്പിക്കുക എന്നൊരു സെൻസിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ രചനാ സങ്കേതങ്ങളൊക്കെ മാറുന്നു അല്ലേ. കഥയെഴുത്തിനൊരു പ്രത്യേക ടെക്നിക്ക്, ഒരു രൂപവും ഭാവവും കൂറിണക്കമുള്ളതാവുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായി വരുന്നു. ബോധധാരാ സമ്പ്രദായം ഉണ്ടായി വരുന്നു. ഇപ്പം MT ആയാലും, MT കോഴ്സ് കൂടുതൽ അത് പരീക്ഷിച്ചിട്ടുണ്ട്, പത്മനാഭൻ ഒക്കെ കൂടുതൽ പരീക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാം. MT കാണാം, പത്മനാഭനിൽ കാണാം, മാധവിക്കുട്ടിയിൽ കാണാം ഈ ബോധധാരയുടെ വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രയോഗം. പിന്നെ ഈ കഥാകൃത്ത് തന്നെ പലപ്പോഴും കഥാപാത്രമായിട്ട് മാറുന്നത് ഇവരുടെ 3 പേരുടെയും കഥകൾ എടുത്തു നോക്കിയാൽ കൂടുതൽ കാണാം. പത്മനാഭനിൽ നിന്ന് പിന്നെ അത് വിട്ടുപോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അടുത്ത കാലത്ത് പോലും എഴുതുന്ന കഥകളിൽ പത്മനാഭൻ്റെ കഥകളിൽ പത്മനാഭനെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് ആ കാലത്ത് ഉണ്ടായി വന്നിട്ടുള്ളൊരു കാര്യം. ഇങ്ങനെ ഒരു സവിശേഷമായ സന്ദർഭമായിട്ട് 50കൾക്ക് ശേഷമുള്ള കഥയെ നമ്മൾ കാണുന്നു. ഇതെല്ലാം അതിൻ്റെ സവിശേഷതകൾ. ഇത്രയും സവിശേഷതകൾ കുറച്ച് ഡീറ്റെയിൽ ഇത് പറയാൻ കാരണം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ കണ്ടില്ലേ, ആ മാതൃകയിലാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ എങ്ങനെ ഉത്തരം കിട്ടും? ഉത്തരം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ധാരണകളെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ട് വേണം എന്നുള്ളതാണ്. ഇനി ഈ സമയത്ത് വേറെ എന്താണ് ഒരു പ്രത്യേകത? 951 ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? ലോകോത്തര ചെറുകഥ കണ്ടെത്താനുള്ള ഒരു മത്സരം മാതൃഭൂമി മലയാളത്തിൽ സംഘടിപ്പിക്കുന്നു. ഇത് വലിയൊരു ഒരു മൊമെൻ്റാണ് മലയാള ചെറുകഥയെ സംബന്ധിച്ച്. ആദ്യ ഘട്ടത്തിൽ KT മുഹമ്മദ് കണ്ണുകൾ എന്ന് പറയുന്ന കഥ കൊണ്ട് 1ാം സ്ഥാനം നേടുന്നു. TKC വടുതലയുടെ 2ാം തലമുറ എന്ന് പറയുന്ന കഥ ആ വർഷം 4ാം സ്ഥാനം നേടുന്നു. വളരെ പ്രസക്തമായ, ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് ആലോചിക്കണേ. അപ്പോൾ കഥയിൽ മലയാള കഥ പവർഫുള്ളായി വരുന്നതിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണാൻ പറ്റും. കഥാകൃത്തുക്കൾ, ഇപ്പോൾ KT പോലുള്ള ആളുകൾ വരുന്നു, TKC പോലുള്ള ആളുകൾ വരുന്നു. ഈ 51 54 അത് വളരെ പ്രധാനമാണ്. 54 ഈ മത്സരം
MT-യാണ് ഒന്നാം സ്ഥാനം നേടുന്നത്. വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന കഥ നമുക്കറിയാം, ആ കഥയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അത് ഒന്നാം സ്ഥാനം നേടുന്നു. അതുപോലെ അവിടെ രണ്ടാം സ്ഥാനം സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന് പറയുന്ന ആളുടെ ചാത്തുവിൻ്റെ ദാമ്പത്യം എന്ന് പറയുന്ന കഥയാണ്. അതുപോലെ KP വിജയൻ്റെ ചെകുത്താൻ്റെ മകൾ എന്ന് പറയുന്ന കഥ മൂന്നാം സ്ഥാനത്ത് എത്തുന്നു. നാലാം സ്ഥാനത്തേക്ക് അവർ ജീവിക്കുന്നു എന്ന് പറയുന്ന N ഗോവിന്ദൻകുട്ടിയുടെ കഥ വരുന്നു. ഇത് ഈ പറഞ്ഞ 54-ലെ മത്സരത്തിൻ്റെ ഫലം ആണ്. ഈ മത്സരം വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാക്കാം. അവിടെയും നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ 51, 54 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 50-കളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തുടങ്ങുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനമാണ് ഈ മത്സരം എന്നുള്ളത്. മലയാള ചെറുകഥയെ അതിൻ്റെ രൂപഭാവങ്ങളെ കൂറിണക്കമുള്ള ഒരു വലിയ ശക്തമായ മാധ്യമമാക്കി മാറ്റുന്നതിൽ, അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ മത്സരത്തിനും നിർണായകമായ പങ്കുണ്ട്. ഈ മത്സരാർത്ഥികൾ അങ്ങനെ കടന്നു വന്ന മത്സരാർത്ഥികളിൽ പലരും പിന്നീട് നമ്മുടെ കഥയുടെ വലിയ വലിയ സംഭാവനകൾ തന്നിട്ടുള്ള വലിയ എഴുത്തുകാരായിട്ട് മാറി എന്നതും നമ്മൾ കാണുന്നു. MT വലിയ ഉദാഹരണമാണ്, KT ഉദാഹരണമാണ്, PKC ഉദാഹരണമാണ്. അപ്പോൾ അത് കൂടി ഇതിൻ്റെ അനുബന്ധമായിട്ട് മനസ്സിലാക്കണം. ഇനി പത്മനാഭനിലേക്കൊക്കെ വന്നാൽ ഏതാണ്ട് 31-ലൊക്കെയാണ് പത്മനാഭൻ ജനിക്കുന്നത്. അപ്പോൾ 31 മുതലുള്ള 31 ഞാൻ ജനിക്കുന്നത് പ്രത്യേകം പറയാൻ കാരണം ഈ തകഴിയുടെ ഒന്നും കൂട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് പത്മനാഭനെ കൊണ്ടുവന്നിടരുത്. 10-20 വയസ്സാവണം പത്മനാഭന് കഥകൾ എഴുതി തുടങ്ങാൻ എന്നൊരു സംഗതി നമ്മൾ ഓർക്കണം. ഏതാണ്ട് അതിനാണ് ഈ കാലം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത്. ഈ പത്മനാഭൻ എന്ത് ചെയ്യുന്നു? പത്മനാഭൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല. അല്ലെ, ചെറുകഥ മാത്രം എഴുതുന്ന ഒരു പിന്നെ കലാകാരനാണ്. വളരെ ഫോക്കസ്ഡ് ആണ്, ചെറുകഥയിൽ വളരെ ഫോക്കസ്ഡ് ആണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അതിനകത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ഗ്രിപ്പ് കൂടുതലായിരിക്കും എന്നുള്ള ഉറപ്പാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല കഥകളും ഇപ്പോഴും പലർക്കും ഇഷ്ടമാവുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ കഥകളും മികച്ച കഥകളാണെന്നൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത കുറേ കഥകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചിലതൊക്കെ നമുക്ക് ഓർത്തു വയ്ക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു നായയുടെ മനസ്സിൽ നിന്ന് കഥ പറയുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ഷേഖ് കുട്ടി എന്ന് പറയുന്ന കഥ, കടൽ എന്ന് പറയുന്ന കഥ, മഖൻ സിംഗിൻ്റെ മരണം എന്ന് പറയുന്ന കഥ, മനുഷ്യൻ ഹാ എത്ര മഹത്തായ പദം എന്ന് പറയുന്ന കഥ, ഞാൻ നേരത്തെ ഈ എപ്പിസോഡ് ആരംഭിച്ച സമയത്ത് പറഞ്ഞ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്ന കഥ, സ്റ്റീഫൻ ഫെർണാണ്ടസ്, ഭയം, കടയനല്ലൂരിലെ ഒരു സ്ത്രീ, എത്ര 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 കഥകളാണ്. കാലഭൈരവൻ, അല്ലേ, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. ഇതിൽ പുരസ്കാരം കിട്ടിയ കഥകളൊക്കെ ഇപ്പോൾ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, അത്തരം കൃതികൾ കുറച്ചുകൂടി ചോദ്യപേപ്പറിൽ വരാനുള്ള സാധ്യതയുണ്ട്, അത് ഓർക്കണേ. അസാധ്യമായിട്ടുള്ള ധാരാളം കഥകൾ നമുക്ക് മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് പത്മനാഭൻ. അദ്ദേഹത്തെ ഓർക്കണം. അപ്പോൾ ഈ മൂന്നാം തലമുറ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാം തലമുറയാണ്. ആ മൂന്നാം തലമുറയിലെ ആദ്യ കഥാകാരനായിട്ടൊക്കെ പൊതുവിൽ പരിഗണിച്ചു വരുന്നത് പത്മനാഭനെയാണ്. കുട്ടികളുടെ മനസ്സ് ഒക്കെ അതിസൂക്ഷ്മമായിട്ട് പിന്തുടർന്ന് അങ്ങനെ സംവദിക്കുന്ന കഥകളൊക്കെ ധാരാളം എഴുതിയിട്ടുള്ള ഒരാളാണ് പത്മനാഭൻ. അത് പത്മനാഭന് മാത്രം ചേർന്ന ഒരു പരാമർശമല്ല. ഇനി വരുന്ന ഞാൻ പറഞ്ഞ മറ്റ് രണ്ടുപേർക്കും അത് വളരെ പ്രധാനമാണ്. കുട്ടികൾ കേന്ദ്ര കഥാപാത്രമായിക്കൊണ്ട് അവരുടെ വിചാരങ്ങളൊക്കെ കേന്ദ്ര കഥന രീതിയായിട്ടൊക്കെ ഇവർ 3 പേരും അസാധ്യങ്ങളായ കഥകൾ എഴുതിയിട്ടുണ്ട്, അത് ഓർക്കണം. പിന്നെ അതുപോലെ വളരെ ലാളിത്യമുള്ള കഥകളാണ് പത്മനാഭൻ്റെ കഥകൾ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ലാളിത്യമുള്ള കഥകളാണ്. ഒരു തരം ലിറിസിസത്തിൻ്റെ ഒരു ആഖ്യാന രൂപം ഈ പറഞ്ഞ ടി പത്മനാഭൻ കഥകളിൽ കാണാൻ പറ്റും. ഇതെല്ലാം മുമ്പ് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പത്മനാഭൻ ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളും ആ കാലവും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അടുത്ത ആൾ നമ്മൾ പറഞ്ഞു MT വാസുദേവൻ നായർ എന്നാണ്. അപ്പോൾ വാസുദേവൻ നായർ പത്മനാഭൻ ജനിച്ച് 2 കൊല്ലം കൂടെ കഴിഞ്ഞ് എനിക്ക് വന്ന് 1934 ജനിച്ച ആളാണ്. 34, 31, 34. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ MTയുടെ കാലവും നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. MTയുടെ കഥകൾ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. കുറച്ചുകൂടെ MTയുടെ കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പത്മനാഭൻ്റെയും MTയുടെയൊക്കെ കഥകൾ കുറച്ച് കൂടുതൽ വായിച്ചിട്ടുണ്ടാവും. ഇവിടെയും ഈ ബാലമനസ്സുകളുടെ സൂക്ഷ്മ ആഖ്യാനങ്ങളുടെ പവർഫുള്ളായിട്ടുള്ള അവതരണം കാണാം. അതുപോലെ ഒരു ആത്മോപാഖ്യാനപരത അത് പത്മനാഭനിലുമുണ്ട്, MTയിലും നമ്മൾ കാണാം, ഇനി മാധവിക്കുട്ടിയിലും കാണാൻ പറ്റും. കുടുംബങ്ങളുടെ ശൈഥില്യങ്ങളുടെയൊക്കെ കഥകൾ MTയിൽ കുറച്ച് കൂടുതൽ കാണാം. അതിനി മാധവിക്കുട്ടിയിൽ നമ്മൾ കാണും.
ഘടനാപരമായ ഭദ്രത മലയാള കഥയ്ക്ക് കൈവരുന്നത് എം ടിയിലൂടെയാണ് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഘടനാപരമായിട്ടുള്ളൊരു ഭദ്രത മലയാള കഥയ്ക്ക് കിട്ടുന്നു എം ടിയിലൂടെ. ആദ്യ സമാഹാരമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, രക്തം പുരണ്ട മൺതരികൾ എന്ന് പറയുന്ന വർക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹം പാലക്കാടായിരുന്ന സമയത്താണ് തോന്നുന്നു അത് പ്രസിദ്ധീകരിച്ചതെന്ന് എൻ്റെ ഒരു ഓർമ്മ. വിക്ടോറിയ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതോ പഠിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള സമയത്ത്. അപ്പോൾ ഇത് ആദ്യത്തെ സമാഹാരം എന്നുള്ള കാര്യം അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ എം ടിയുടെ ചില പരാമർശങ്ങൾ കഥയെക്കുറിച്ച്, ഇപ്പോൾ കാഥികൻ്റെ പണിപ്പുര പോലെയൊക്കെയുള്ള കൃതികൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വായിക്കേണ്ടതാണ്. അതിനകത്തൊക്കെ ചില പറയുന്ന പരാമർശങ്ങളൊക്കെ ചിലപ്പോൾ ചോദ്യപേപ്പറിൽ വരാം. ഇപ്പോൾ എഴുതിയപ്പോൾ കരഞ്ഞുപോയ കഥ എന്ന് എം ടി തന്നെ പറയുന്നത് ഏത് കഥയെക്കുറിച്ചാണ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് നിൻ്റെ ഓർമ്മയ്ക്ക് എന്നുള്ള കഥ ഓർമ്മ വരണം. സ്വന്തം ജീവിതവും കൂടി അതിനകത്തുണ്ടല്ലോ. ശ്രീലങ്കയിൽ നിന്ന്, സിലോണിൽ നിന്ന് അനിയത്തിക്കുട്ടി വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആ കഥ, അത് കരഞ്ഞുപോയി എഴുതി കഴിഞ്ഞപ്പോൾ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെയൊക്കെ കഥയൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കാഥികൻ്റെ പണിപ്പുര എന്ന് പറഞ്ഞ പുസ്തകവും ഓർത്തു വെക്കണം. അതും വളരെ പ്രധാനപ്പെട്ട, മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ കഥയെഴുത്തിന് പിന്നിലെ കഥയെക്കുറിച്ചൊക്കെ ഇത്ര സമഗ്രമായി ഇനി വരുന്ന എഴുത്തുകാർക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകം എന്ന നിലയ്ക്കൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളും സാമാന്യമായിട്ടൊന്ന് ഓർത്തു വെക്കണം. ഇതിൻ്റെയൊക്കെ ഒരു ക്രമം കൂടി പഠിക്കേണ്ടത് അടുത്ത ഘട്ടം അതാണ്. ഇനി അതൊരു വലിയ ടാസ്ക്കാണ് നമുക്ക്. ഇവർ എഴുതിയ കഥകളെ തന്നെ നമ്മളൊന്ന് പിന്നെ കാലം വെച്ചിട്ട് ക്രമീകരിക്കേണ്ടൊക്കെ വരും. അത്തരം ചോദ്യങ്ങളും ചിലപ്പോൾ വരുന്നുണ്ട് നെറ്റിൽ. ശ്രമകരമായ അടുത്ത പണിയാണ്. അപ്പം നമുക്ക് ആദ്യം ഈ കഥകളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം, എന്നിട്ട് വേണം അത് ക്രമീകരിക്കാൻ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെയൊക്കെ തന്നാൽ വളർത്തുമൃഗങ്ങളെപ്പോൾ 54 ഈ ഓർമ്മ വന്നാലേ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല. ആദ്യത്തെ സമാഹാരം ഏത് അല്ലേ, അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാലേ നമുക്കൊരു കുറച്ചെങ്കിലും പിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവ് പോലുള്ള കഥകൾ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ ഞാനിങ്ങനെ പറയുകയാണ്. വേലായുധൻ എന്നുള്ള കഥാപാത്രമൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും, ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഓപ്പോൾ എന്ന് പറയുന്ന കഥ, കുട്ടിയടത്തി എന്ന് പറയുന്ന കഥ, ദുഃഖത്തിൻ്റെ താഴ്വരകൾ, അന്തിവെളിച്ചം, നീലക്കുന്നുകൾ, മൂടുപടം, ദാറസ്സലാം, അക്കൽദാമയിൽ പൂക്കൾ വിടറുമ്പോൾ, ബൈബിൾ പശ്ചാത്തലമായിട്ടുള്ള കഥ, വാരിക്കുഴി, ശാന്തിപർവം, വാനപ്രസ്ഥം, ഒരു പിറന്നാളിൻ്റെ ഓർമ്മ, അയൽക്കാർ, സ്ഥലപുരാണം. കഥകൾ പറയുകയാണെങ്കിൽ എത്ര വേണിച്ച ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച അല്ലേ. ഇതിൽ ചില കഥകളൊക്കെ നമ്മൾ സിനിമകളുമായിട്ട് കൂടി ബന്ധിപ്പിച്ച് ഓർത്തു കഴിഞ്ഞാൽ അങ്ങനെയും കിട്ടും. ധാരാളം കഥകൾ ഇങ്ങനെ എഴുതി തന്നിട്ടുള്ള ഒരു വലിയ എഴുത്തുകാരനാണ് എം ടി. 34 ജനനം എം ടിയുടെ. അപ്പം അതും ആ കാലത്തെ മനസ്സിലാക്കാൻ സഹായിക്കും. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് മാധവിക്കുട്ടി. പത്മനാഭന് ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് മാധവിക്കുട്ടി ജനിക്കുന്നത്, 32. അതാണ് ഇവർ ഈ 3 പേരെ അങ്ങനെ ഓർക്കണം. നമ്മൾ പണ്ട് കവിത പഠിക്കുന്ന സമയത്ത് ആശാനി വള്ളത്തോളിനെ ഉള്ളൂരിനെയൊക്കെ ഓർക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആശാനി ഉള്ളൂർ വള്ളത്തോൾ അല്ലേ, അതാണ് ജനനം കൊണ്ടുള്ള ഓർഡർ. ആ ഓർഡർ ഇവിടെയും നമ്മൾ അങ്ങനെ ഓർക്കാം. ടി പത്മനാഭൻ, മാധവിക്കുട്ടി ആൻഡ് എം ടി അല്ലേ, അത് അങ്ങനെയും ഓർത്ത് വയ്ക്കാം. 32 മാധവിക്കുട്ടിയുടെ കഥകൾ മാധവിക്കുട്ടിയും ഏറ്റവും ശക്തമായ എഴുത്ത് നടത്തുന്ന വർഷം എന്ന് പറയുന്നത് 50കളാണ്. ശരിക്കും 50കൾ 60കളാണ്. 50കൾ വളരെ നല്ല കഥകൾ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ മാധവിക്കുട്ടിയുടെ മറ്റ് ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓർക്കണേ. അവർ കമലാസുരയ്യായത്, അവർക്ക് കമലാദാസ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നത്, അവർ ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടിരുന്നത് അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാൻ കഥയിലേക്ക് മാത്രമാണ് ഇവിടെ പോകുന്നത്. മാധവിക്കുട്ടിയുടെ കഥകൾ വരുന്നു. ഈ പറഞ്ഞതെല്ലാം മാധവിക്കുട്ടിക്കും ബാധകമാണ്. സൂക്ഷ്മമായ പിന്നെ ഈ കുഞ്ഞു മനസ്സുകളുടെ, ബാലമനസ്സുകളുടെ ആഖ്യാനം, അതുപോലെ കഥാസ്പർശം അല്ലെങ്കിൽ ആത്മകഥാപരം എന്ന് പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, വളരെ ലളിതമായ ഒരു അനുഭവം എഴുത്തിൻ്റെ രീതി. പിന്നീട് മാധവിക്കുട്ടി തന്നെ പറയുന്നുണ്ട്, ഇപ്പം പിന്നെ കഥ എഴുതാൻ ഞാൻ ടെക്നിക്കൊന്നും ഇല്ലാതെയായി. അതിന് മുമ്പ് ടെക്നിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊക്കെ ഓർക്കാം. കാരണം ഈ പറഞ്ഞ എഴുത്തുകാരുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്, അവർക്കൊരു രൂപശില്പം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നു, അതിന് ടെക്നിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നുണകൾ എന്ന് പറയുന്നൊരു കഥയൊക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ ബാലമനസ്സുകളുടെയൊക്കെ കാര്യം ഓർത്ത നുണകൾ ഇങ്ങനെ മുമ്പിൽ പെട്ടെന്ന് ഓർമ്മ വരില്ലേ, നുണകൾ എന്ന് പറയുന്ന കഥ. അതുപോലെ ഗോസായി തന്തയാവട്ടെ, പ്രഭാതം, വേനലിൻ്റെ ഒഴിവിൽ, ദയ എന്ന വികാരം, നരിച്ചീറുകൾ പറക്കുമ്പോൾ, ചുവന്ന പാവാട, കുറച്ചു മണ്ണ്, തരിശുനിലം, നെയ്പ്പായസം, കോലാട്, പച്ചപ്പട്ട് സാരിയിൽ ഇതെല്ലാം നമ്മൾ വേറെയും കണക്ഷൻ ഉണ്ട്. നെയ്പ്പായസവും കോലാടും പച്ചപ്പട്ട് സാരിയൊക്കെ തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഏതാണ്ട് പ്രമേയപരമായിട്ട് ഇങ്ങനെ സാമ്യമുള്ള ചില കഥകളാണ്. ഒരു പക്ഷെ ഒരു സവിശേഷമായിട്ടുള്ള ഫെമിനിസം പറയുന്ന അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ
സ്ത്രീ സ്വത്വാവിഷ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ ജീവിതം എപ്രകാരമാണ് ഇങ്ങനെ ഒരു 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 നിഷ്ഫലമായി പോകുന്നത് എന്നുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വളരെ രസകരമായി പറഞ്ഞു പോയിട്ടുള്ള, ഗംഭീരമായിട്ട് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പോയിട്ടുള്ള കഥകൾ. അതുപോലെ നീർമാളതത്തിൻ്റെ പൂക്കൾ, പക്ഷിയുടെ മണം പോലെയൊക്കെയുള്ള വേറൊരു തരം ജോണറിലേക്ക് വരുന്ന കഥകൾ. ഉണ്ണി, കല്യാണി എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ്. ചതുരംഗം, സ്വതന്ത്ര ജീവികൾ, ലോകമൊരു കവയത്രിയെ നിർമ്മിക്കുന്നു, പട്ടങ്ങൾ, സോനാഗാച്ചി, എത്രയാ പറയേണ്ടത്, നാവികവേഷം ധരിച്ച ഒരുപാട് കഥകൾ ഇങ്ങനെ ഓർത്തു വരും, നമുക്ക് ഓർമ്മ വരും മാധവിക്കുട്ടരൊക്കെ ആകുമ്പോൾ. നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാവും. അതും ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെയും ഒരു ഓർഡറൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ പിന്നെ വളരെ ഗംഭീരമായി. എങ്കിലും സാമാന്യമായിട്ട് നമുക്ക് ഇത്രയെങ്കിലും മനസ്സിലാക്കണമല്ലോ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനി ഇവരുടെ ഒരു തുടർച്ച എന്ന് പറയാവുന്ന കുറച്ച് പേരെ നമ്മൾ ഓർക്കണം. ഏതാണ്ട് ഈ കാലങ്ങളിൽ ജനിച്ച ഇവരുടെയൊക്കെ സമകാലികരായ എഴുത്തുകാർ എന്ന് പറയാവുന്ന ചില ആളുകൾ. ഇപ്പം നേരത്തെ ചില പേരുകളൊക്കെ നമ്മൾ പറയുകയും ചെയ്തു. ഇപ്പം KT കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. KT മുഹമ്മദിൻ്റെ കാര്യം പറഞ്ഞു. കണ്ണുകൾ എന്ന് പറയുന്ന കഥയ്ക്ക് 51 സമ്മാനം കിട്ടിയ കഥയൊക്കെ പറഞ്ഞുവല്ലോ. അദ്ദേഹത്തിൻ്റെ വേറെയും കഥകളൊക്കെ ഓർക്കാം. ചിരിക്കുന്ന കത്തി, ശബ്ദങ്ങളുടെ ലോകം എന്നൊക്കെ പറയുന്ന വർക്കുകൾ ഓർക്കാം. കൊലപാതകം, അങ്ങനെ കുറേ വർക്കുകൾ, കളിയും കാര്യവും എന്നൊക്കെ പറയുന്ന വർക്ക്. ഇങ്ങനെ ഈ വർക്കുകൾ പിന്നെ പഠിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ കഥയും ഒരാളുടെ പഠിക്കണം എന്നാൽ അർത്ഥമില്ല. എല്ലാ കഥയും പഠിക്കേണ്ട. നിരൂപക ശ്രദ്ധ പിടിച്ചു പറ്റിയ, പൊതുവിൽ പരാമർശിക്കപ്പെടുന്ന, പ്രധാനമെന്ന് തോന്നുന്ന, അവാർഡുകൾ കിട്ടിയ, സമാഹാരങ്ങളുടെ ടൈറ്റിലായി വരുന്ന അത്തരം കഥകളെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അവയായിരിക്കും മിക്കവാറും ചോദ്യപേപ്പറിലേക്ക് വരിക. അതും ഓർക്കാവുന്നതാണ്. KT മുഹമ്മദിനെ അങ്ങനെ ഓർക്കാവുന്നതാണ്. NP മുഹമ്മദിനെ ഓർക്കാം. NP മുഹമ്മദ് ഇവരുടെയൊക്കെ മുമ്പേ ജനിച്ച ആളാണ്, 29 ജനിച്ച ആളാണ്. NP മുഹമ്മദ് ഈ സാമൂഹിക ജീവിതമൊക്കെ വളരെ ശക്തമായിട്ട് കഥയിലേക്ക് കൊണ്ടുവരികയും എന്നാൽ ഈ പറഞ്ഞ ചില ഭാവുകത്വങ്ങൾ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്ത് നാടകീയതയൊക്കെ കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഥകൾ ഇപ്പോൾ 42-ാം വീട്ടിൽ ചെകുത്താൻ പോലുള്ള കഥയൊക്കെ മിക്കവാറും നമ്മുടെ സിലബസിൽ കിടക്കുന്നൊരു കഥയാണ്. ജീവിക്കുന്ന റേഷൻ കാർഡ്, 1002-ാം രാവ്, സീത, ലോകാവസാനം, കുടുംബത്തിൻ്റെ സംഗീതം, ഇങ്ങനെയൊക്കെ കുറേ കഥകൾ. ഞാനിങ്ങനെ എല്ലാം പറഞ്ഞു പോകാൻ നമുക്ക് ഈ ക്ലാസ്സുകൾ അത്ര പര്യാപ്തമായിക്കൊള്ളുന്നില്ല. ഇനിയും കുറേ പേരുകളുണ്ട്. PA മുഹമ്മദ് കോയയുണ്ട്. ഈ പറഞ്ഞ കാറ്റഗറി പെടുത്താവുന്ന C രാധാകൃഷ്ണനുണ്ട്. നമുക്കറിയാം, ഒക്കെ വലിയ നോവലിസ്റ്റുകൾ കൂടിയാണ് പിന്നീട്. എങ്കിലും കഥയുണ്ട്. കോവിലനുണ്ട്. കോവിലിനെയൊക്കെ നമ്മൾ പിന്നെ നോവലിസ്റ്റായിട്ട് കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് കാണുന്നുണ്ട്. നന്ദനാർ, പാറപ്പുറത്ത്, വിനയൻ, N മോഹനൻ, രാജലക്ഷ്മി, ഇങ്ങനെ കുറേ പേരുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി ആ പേരുകളും അവരുടെ കഥകളൊക്കെ ഒന്ന് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അപ്പം ഇന്ന് ഈ ഒരു ഭാഗം നമ്മൾ പറഞ്ഞ ഈ 3 ആളുകളെയും അവരുടെ ചുറ്റുമുള്ള ഒരു കാലവും അവരുടെ കഥകളുടെ ഒരു സ്വഭാവവും ഒക്കെ ഒന്ന് പറയുകയാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആയി എന്ന് വിചാരിക്കും.